ലോകം മുഴുവൻ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീനെന്ന് കർത്താവ് പറഞ്ഞതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഈ മോഡലിൽ വേണം പ്രാർത്ഥിക്കാനെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുക, ദൈവം പിതാവ് എന്ന നിലയിൽ മനസ്സിലാക്കുക. രണ്ട്, ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന ആശയം വാസ്തവത്തിൽ എന്താണ് എന്ന് നാം കഴിഞ്ഞ ദിനത്തിൽ ചിന്തിച്ചു. ഇന്ന് നാം അടുത്ത വിഷയത്തിൽ കയറുകയാണ്. നിന്റെ രാജ്യം വരണമേ. ശ്രദ്ധിക്കുക, നിന്റെ രാജ്യം വരണമേ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, നിന്റെ രാജ്യം വരണമേ. ഇതൊരു പ്രധാന വിഷയമാണ്. ദൈവരാജ്യം. ദൈവരാജ്യം വരിക. എന്താണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ മനസ്സ് ഈ വിഷയത്തിലേക്ക് വരണം. പ്രാർത്ഥിക്കുവാനായി യേശു പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്: ദൈവമേ, നിന്റെ രാജ്യം വരണമേ. അപ്പം ദൈവരാജ്യം വരിക എന്നത് മനുഷ്യന്റെ മനസ്സിലൊരു സ്വപ്നമായിട്ട് യേശു തരികയാണ്. എന്താണ് ആ വിഷയം? ദൈവം ഭരിക്കുന്ന ദൈവിക ഭരണം കളിയാടുന്ന ഒരു കാലം ഈ ഭൂമിയിൽ വരും. അപ്പൊ ഇപ്പോൾ ആരാ ഭരിക്കുന്നേ? ഇപ്പൊ ഭരിക്കുന്നത് പിശാചാണ്. ഇത് ബൈബിളിന്റെ പ്രസ്താവനയാണ്. യേശു ഇങ്ങനെ പറഞ്ഞു: സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ ലോകം പിശാചിൻ്റെ കയ്യിലാണ്. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ വിവരിക്കാം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിശാച് വന്ന് യേശുവിനോട് പറഞ്ഞു: യേശുവേ, നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ രാജ്യമെല്ലാം നിനക്ക് തരാം. അപ്പം അതിൻ്റെ അർത്ഥം രാജ്യം അവൻ്റെ കയ്യിലാണെന്നല്ലേ? യേശു അപ്പോൾ നീ എനിക്ക് രാജ്യം തരാൻ നിൻ്റെയിലാണോ രാജ്യമെന്ന് യേശു ചോദിച്ചില്ല. അപ്പോൾ ഒരു കാര്യം വെളിപ്പെടുന്നു: പിശാചിന് ഇവിടെ ഒരു ഭരണമുണ്ട്. ഇതെങ്ങനെ വന്നു? ദൈവം സൃഷ്ടിച്ച ഈ ലോകം മുഴുവൻ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീനെന്ന് കർത്താവ് പറഞ്ഞതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഈ മോഡലിൽ വേണം പ്രാർത്ഥിക്കാനെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുക, ദൈവം പിതാവ് എന്ന നിലയിൽ മനസ്സിലാക്കുക. രണ്ട്, ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന ആശയം വാസ്തവത്തിൽ എന്താണ് എന്ന് നാം കഴിഞ്ഞ ദിനത്തിൽ ചിന്തിച്ചു. ഇന്ന് നാം അടുത്ത വിഷയത്തിൽ കയറുകയാണ്. നിന്റെ രാജ്യം വരണമേ. ശ്രദ്ധിക്കുക, നിന്റെ രാജ്യം വരണമേ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, നിന്റെ രാജ്യം വരണമേ. ഇതൊരു പ്രധാന വിഷയമാണ്. ദൈവരാജ്യം. ദൈവരാജ്യം വരിക. എന്താണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ മനസ്സ് ഈ വിഷയത്തിലേക്ക് വരണം. പ്രാർത്ഥിക്കുവാനായി യേശു പഠിപ്പിച്ചപ്പോൾ
ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്, ദൈവമേ നിന്റെ രാജ്യം വരണം. പ്രിയപ്പെട്ടവരെ, നാം തുടർച്ചയായിട്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ കപടഭക്തിക്കാരായ യഹൂദന്മാരുടെ പ്രാർത്ഥന യേശു കണ്ടിട്ടുണ്ട്, നാട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ഭക്തി പോലെ അഭിനയിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് കപടഭക്തിക്കാർ. രണ്ടാമതൊരു കൂട്ടര് ജാതികളെന്ന് ബൈബിളിൽ വിളിച്ചിരിക്കുന്നു. അവർ യഹൂദന്മാരല്ലാത്തവർ. അവർ വെറുതെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നത് പോലെ ഇങ്ങനെ ചൊല്ലുന്നു. ഇത് രണ്ടും ശരിയല്ല. നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നോ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ആ ബന്ധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ മഹാദൈവത്തോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ, അപേക്ഷിച്ചാൽ ദൈവം അതിന് മറുപടി തരും. ഈ കാര്യം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അധ്യാപകൻ, ലോകത്തിൽ സകല മനുഷ്യരും ഒരുപോലെ ആദരിക്കുന്ന സാക്ഷാൽ ദൈവപുത്രനായ യേശു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. യേശു വേറൊന്നും ഇതുപോലെ പഠിപ്പിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഈ പ്രാർത്ഥന മിക്കവാറും ആളുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയെ വിശദമായി പഠിക്കുവാനായിട്ട് നാം ഈ ദിവസങ്ങളിൽ ഒരുങ്ങുകയാണ്. നിങ്ങൾക്ക് വേദപുസ്തകമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. നിന്റെ രാജ്യം വരണമേ എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇങ്ങനെ 3 വിഷയങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു. 4ാമത്തെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നു, അതായത് നിന്റെ ഇഷ്ടം. അപ്പം ഇന്നത്തെ ചിന്താ വിഷയം ദൈവ ഇഷ്ടം. ദൈവ ഇഷ്ടം. ഇവിടെ വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. നിന്റെ ഇഷ്ടം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗം യഹോവയുടെ സ്വർഗം, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്വർഗത്തെ ഭരിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സകല ഇഷ്ടങ്ങളുമാണ് നടക്കുന്നത്. ഒരു മഹാരാജാവ് തൻ്റെ രാജ്യത്ത് തൻ്റെ ഇഷ്ടങ്ങൾ നടത്തുന്നതിനേക്കാൾ ഉപരിയായി മഹാദൈവം സ്വർഗത്തിൽ തൻ്റെ ഇഷ്ടങ്ങളെല്ലാം നിറവേറ്റുന്നു. എന്നാൽ ഭൂമിയിൽ അങ്ങനെ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഭൂമിയെ ദൈവം മനുഷ്യന് കൊടുത്തു. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പിശാച് കയ്യിലാക്കി. അങ്ങനെ പിശാചിൻ്റെ നിയന്ത്രണത്തിലും പിശാചിൻ്റെ ആലോചനയിലും വഷളത്വത്തിൽ നിന്നും വഷളത്വത്തിലേക്കും വഞ്ചനയിൽ നിന്നും വഞ്ചനയിലേക്കും പാപത്തിൽ നിന്നും പാപത്തിലേക്കും അഴിമതിയിലേക്കും കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ഒരു കൂട്ടം മനുഷ്യർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം നടക്കണേന്ന്. ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ദൈവ ഇഷ്ടമാണോ? ആണോ? ഒരു കാറിൽ ഒരു മനുഷ്യൻ പോകുന്നു, അതിൻ്റെ പുറകെ ഒരു ലോറി പോകുന്നു. ആ കാറിനെ ഇടിച്ച് അതിലിരിക്കുന്ന ആളെ കൊല്ലുക എന്ന ലക്ഷ്യത്തിലാണ് ആ ലോറി വന്നത് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈവേയിൽ കൂടെ ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല. നിലവിലിരിക്കുന്നതും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു കേസായതിനാൽ അഭിപ്രായം പറയാൻ സുവിശേഷൻ എന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഒരു വാഹനവുമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനം എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയാണ് വരുന്നത് എങ്കിൽ എനിക്ക് ഈ രാജ്യത്ത് വണ്ടി ഓടിക്കാൻ കഴിയില്ല. അപ്പം ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആരാണിതിൻ്റെ പുറകിൽ? ആരാണിതിനെ നിയന്ത്രിക്കുന്നത്? ദൈവ ഇഷ്ടമാണോ ഈ നടക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ പരിഷ്കരിച്ച ക്രൂരകൃത്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിഷ്കരിച്ച ക്രൂരകൃത്യങ്ങൾ. പിഞ്ചു കുഞ്ഞിനെ 3 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മാലയും വളയും ഊരിയെടുത്തിട്ട് ഞെക്കിക്കൊന്ന് കനാലിലിട്ടിട്ട് പോയൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരിൽ പല കേസുകൾ ഇതിനു മുമ്പുണ്ടായിരുന്നു.
പക്ഷെ ആ കേസിലൊന്നും ന്യായമായ ശിക്ഷ കൊടുത്തില്ല. അയാൾ തെളിവില്ലെന്നൊക്കെ പറഞ്ഞ് അയാൾ പുറത്തു വരുന്നു, അയാൾ അടുത്ത കൊച്ചിനെ ഉപദ്രവിക്കുന്നു. വായിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. മനുഷ്യൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ മനുഷ്യനെ മൃഗമെന്ന് വിളിച്ചാൽ തെറ്റില്ല. ഇപ്പൊ പത്രത്തിലൊരു മൃഗത്തിന്റെ കാര്യം പറയുന്നുണ്ട്, ടെലിവിഷനിലൊക്കെ മൃഗം 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 എന്ന് പറയുമ്പോൾ എന്നെ പോലെ ഒരാൾക്ക് മൃഗം എന്ന് പറഞ്ഞാൽ അറിയാം. വേദപുസ്തകത്തിന്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു മൃഗമുണ്ട്. ആ മൃഗം എന്ന് വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ വരാൻ പോണ ഒരു ക്രൂര ഭരണാധിപന്റെ പേരാണ്. ഒരു ക്രൂര ഭരണാധിപൻ, ആന്റി ക്രൈസ്റ്റ്. ഒടുവിലത്തെ നാടകം അവനായിരിക്കും അഭിനയിച്ചു തീർക്കുന്നത്. യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ ഭൂമി കണ്ടതിലേക്കും വലിയ ക്രൂരത ഇവിടെ നടക്കും. ആ ക്രൂരതയുടെ താക്കോല് പിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മൃഗം. ആ പേരിൽ ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലിയുള്ള ന്യൂസ് പേപ്പറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരുടെ ഇഷ്ടമാണ് നടക്കുന്നത്? ഞങ്ങൾ പറയും ഇവിടെ പിശാചിന്റെ ആധിപത്യമാണ് നടക്കുന്നത്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇതിന്റെ നടുവിൽ യേശു പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്. എങ്ങനെ? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിൽ ഒന്നും നടക്കണേ. അതായത് ദൈവഭരണം, ദൈവ ഇഷ്ടം ഭൂമിയിൽ നടക്കുവാൻ മനുഷ്യൻ പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു വലിയ വിഷയത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ദൈവ ഇഷ്ടവും മനുഷ്യന്റെ ഇഷ്ടവും. ദൈവത്തിന്റെ ഇഷ്ടം, അതായത് ഞാൻ എൻ്റെ വീട്ടിലെ കുടുംബനാഥനാണ്. ഇപ്പോൾ എൻ്റെ ഇഷ്ടം എൻ്റെ വീട്ടിൽ നടക്കും ഒരു പരിധി വരെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും മനുഷ്യന്റെ മുഴുവൻ ഉടമസ്ഥനുമായ കാറ്റിനെയും കടലിനെയും കരിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിർമ്മിച്ച മഹാദൈവം തമ്പുരാൻ, അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്തുകൊണ്ട് ഇവിടെ നടക്കില്ല? അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്താ നടക്കാത്ത? എവിടെയാ നടക്കാത്ത? പ്രാർത്ഥനാ വാചകം ശ്രദ്ധിക്കൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ സ്വർഗത്തിൽ ദൈവ ഇഷ്ടം നടക്കുന്നത് പോലെ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പറയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? ദൈവ ഇഷ്ടം നടക്കണമെങ്കിൽ മനുഷ്യൻ പ്രാർത്ഥിക്കണം. അതായത് വിശദീകരിക്കാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. പക്ഷേ മനുഷ്യനോട് ദൈവം പറയുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ഇവിടെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. വിശദീകരിക്കാം. മനുഷ്യനെ ദൈവം ഒരു ഫ്രീ വിൽ ഉള്ളവനായിട്ട് സൃഷ്ടിച്ചു, അതായത് സ്വതന്ത്ര മനസ്സ്. അപ്പോൾ ദൈവ ഇഷ്ടം നടക്കുന്നതിൻ്റെ തടസ്സം ഏതാണെന്നറിയാമോ? എൻ്റെ ഇഷ്ടം. അപ്പൊ രണ്ട് ഇഷ്ടങ്ങളാണ് ഭൂമിയിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മനുഷ്യന്റെ ഇഷ്ടം, മറ്റേ ദൈവത്തിൻ്റെ ഇഷ്ടം. മനുഷ്യന്റെ ഇഷ്ടത്തെ ദൈവം അടിച്ചേൽപ്പിക്കുന്നില്ല. അതായത് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവ ഇഷ്ടം നിന്നിൽ നടക്കണമെങ്കിൽ നീ അത് പറയണം. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഒരു വലിയ വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയാം. മനുഷ്യൻ ഭൂമിയിൽ നിന്നുകൊണ്ട് സാക്ഷാൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നടക്കണമേ, ഈ ഭൂമിയിൽ നടക്കണമേ എന്നിവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കാണാപ്പാടം ചൊല്ലുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദൈവമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി നടക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കണം? അറേബ്യയിൽ നടക്കട്ടെന്നാണോ? മധ്യധരണിക്കടലിൽ നടക്കട്ടെന്നാണോ? ഈ അടുത്തേതെങ്കിലും വനത്തിൽ നടക്കട്ടെ എന്നാണോ?
അല്ല. എന്താ യേശു പറഞ്ഞത്? പ്രാർത്ഥന തികച്ചും വ്യക്തിപരമാണ്, പേഴ്സണലാണ്. ഓരോരുത്തരും ഒറ്റയ്ക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. എവിടെ? എന്നിൽ. ഇവിടെയാണ് വിഷയം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിലാകണമേ. ഇതാണ് പ്രാർത്ഥനയുടെ മർമ്മം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുന്ന നീ അതിന് തയ്യാറാണോ? ദൈവ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കണമെങ്കിൽ നമ്മൾ സമ്മതിക്കണം, നമ്മളത് ഏറ്റെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ, ദൈവ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അവൻ അതിന് തയ്യാറാകണം. അപ്പോൾ ദൈവ ഇഷ്ടം നടക്കുന്നതിന് തടസ്സം നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മുടേതായ കുറേ ഇഷ്ടങ്ങളുണ്ട്, അതിനെതിരെ ഒന്നും നമ്മൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ യേശു പറയുന്നു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ദിനവും ചൊല്ലുന്ന സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഇനിയൊന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കണം. അത് മനപ്പാഠം എന്ന പരിപാടി നിർത്തിയിട്ട് ഒന്ന് സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് മനസ്സൊന്ന് ഫ്രീ ആക്കാം. ഇനി തൊട്ട് ഈ കർത്തൃ പ്രാർത്ഥന ചൊല്ലാൻ നേരത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം: ദൈവ ഇഷ്ടത്തിനാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തിപരമായൊരു ഇഷ്ടമുണ്ട്. ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാണ് സൃഷ്ടിച്ചത്. ബൈബിൾ പറയുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. നിങ്ങളെ വ്യക്തിപരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. വേദപുസ്തകം പറയുന്നു, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾക്കൊരു പേരുണ്ട്. ആ പേര് സ്വർഗത്തിലുണ്ട്. വേദപുസ്തകത്തിൽ ദൈവം പലരെയും പേര് വിളിച്ചതായിട്ട് കാണുന്നു. ആ പേര് അവൻ്റെ പേര് തന്നെയാണ്. അവൻ്റെ പാസ്പോർട്ടിലെ പേര്, അവൻ്റെ സർട്ടിഫിക്കറ്റിലെ പേര്, അവൻ്റെ റേഷൻ കാർഡിലെ പേര് തന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. അബ്രഹാമേ എന്ന് ദൈവം വിളിക്കുന്നതായിട്ട് ബൈബിളിൽ കണ്ടു. അബ്രഹാമിൻ്റെ പേര് ദൈവം അറിഞ്ഞത് എങ്ങനെയാ? നിന്റെ ഈ ഭൂമിയിലെ പേര് സ്വർഗത്തിലുണ്ടെന്ന്. ഒന്നല്ല, രണ്ടല്ല, പല പല സന്ദർഭങ്ങൾ എടുക്കാം. അബ്രഹാം ദൈവത്തിന് സ്നേഹിതനായതുകൊണ്ട് വിളിച്ചു. എന്നാൽ ശൗലെ എന്ന് വിളിച്ചതായിട്ട് ബൈബിളിലുണ്ട്. ശൗല് ദൈവത്തിന് സ്നേഹിതനല്ല, ശൗല് ദൈവത്തിന് എതിരാളിയാണ്. ഇങ്ങനെ ചോദിക്കുന്നു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പൊ ദൈവത്തിന്റെ എതിരാളിയുടെ, ദൈവത്തിന് ഇഷ്ടമല്ലാതെ ജീവിക്കുന്നവന്റെ പേരും സ്വർഗത്തിലുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെ ദൈവം ഇന്ന പഞ്ചായത്തിൽപ്പെട്ട 1000 പേര് എന്നല്ല ദൈവം കണക്കാക്കുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ പേരവിടെ ഉണ്ട്, നിങ്ങളുടെ പിക്ചർ അവിടെയുണ്ട്, നിങ്ങളുടെ രൂപം അവിടെയുണ്ട്, നിങ്ങളുടെ ഓരോ വേദനകളും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓർക്കുക, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമായ ചിന്തയും ജീവിതവുമുണ്ട്. ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങൾ വ്യക്തിപരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ ഇഷ്ടം അറിയുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവമേ, നിന്റെ ഇഷ്ടം. ദൈവ ഇഷ്ടത്തെക്കുറിച്ച് നാം ഇനിയും പഠിക്കാൻ പോകുന്നത്, നാം ഗ്രഹിക്കാൻ പോകുന്നത്, ദൈവത്തിന് ഭൂമിയെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് പൊതുവായൊരു ഇഷ്ടമുണ്ട്. ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്. ദൈവത്തിന് ഓരോ കുടുംബത്തെക്കുറിച്ചും ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഒന്ന്, വ്യക്തിപരമായി നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം നിറവേറണം. നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിച്ചു. പണമുണ്ടാക്കാനും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനും നാം ആയുസ് ഇങ്ങനെ പാഴാക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ചു. പക്ഷെ ഒടുവിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നടക്കാത്ത ഒരു സമയം വരും. യൗവനക്കാരാ, യൗവനത്തിൽ നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. എന്നാൽ അവസാനത്തെങ്കിൽ നീ ഇതിന്റെ എല്ലാം കണക്ക് പറയേണ്ടി വരുമെന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം ഒടുവിലത്തെ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നു.
നിങ്ങളുടെ ഇഷ്ടം മുഴുവൻ നിങ്ങൾ നടത്തുന്നു. ഇഷ്ടമുള്ളത് കുടിക്കുന്നു, ഇഷ്ടമുള്ളത് കഴിക്കുന്നു, ഇഷ്ടമുള്ളിടത്ത് കിടക്കുന്നു, ഇഷ്ടമുള്ളിടത്ത് ഉറങ്ങുന്നു, ഇഷ്ടമുള്ളവരുടെ പുറകെ പോകുന്നു. ആർക്കും ഇവിടെ ചോദിക്കാൻ പറ്റില്ല. കുറച്ച് പണവും കൂടി ഉണ്ടെങ്കിൽ, കുറച്ച് സ്വാധീനവും കുറച്ച് അധികാരവും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം മുഴുവൻ ചെയ്യാം. ഓർക്കുക, നിങ്ങളുടെ ഇഷ്ടം ഒന്നും നടക്കാത്തൊരു സമയം വേഗത്തിൽ വരും. എനിക്കൊരു സ്നേഹിതനെ അറിയാം. ശമ്പളം മേടിച്ചാൽ അത് മുഴുവനും കൊണ്ട് ബാധി ചെലവാക്കുന്ന ഒരു മനുഷ്യൻ. നല്ല വരുമാനം വീട്ടിലുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ എന്തെല്ലാം ഇഷ്ടമുണ്ടോ അത് മുഴുവനും 1-ാം തീയതി നടത്തിയിരിക്കും. അതിന് പറ്റിയ കൂട്ടുകാരുമുണ്ട്. പക്ഷെ ഒരു ദിവസം ശമ്പളം വാങ്ങി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സൈഡിൽ ഒരു വേദന പോലെ തോന്നി. പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ വന്നു. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. അയാൾ താഴെ ഇരുന്നു, എഴുന്നേറ്റിട്ടില്ല. അത് പിന്നെ ഒരു വശം തളർന്നുപോയി. അവിടെ കിടന്നുകൊണ്ട് കരയാണ്, ആരെ കണ്ടാലും കരയാണ്. ഒടുവിൽ പോട്ട ആശ്രമത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ കൊണ്ട് കിടത്തി. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ 1-2 ആഗ്രഹങ്ങൾ കൊണ്ട് അതൊന്നും സാധിപ്പിക്കണം. ആ മനുഷ്യൻ എന്തൊക്കെ ഇഷ്ടമുണ്ടോ അത് മുഴുവനും 45 കൊല്ലം നടത്തി. ഇപ്പൊ കിടന്നുകൊണ്ട് പറയുക, എന്റെ 1-2 ആഗ്രഹങ്ങൾ കൊണ്ട് സാധിപ്പിക്കണമെന്ന്. പക്ഷെ എഴുന്നേറ്റാലല്ലേ സാധിക്കുള്ളൂ? സാധിക്കില്ല. ഓർക്കുക, ഒരു മനുഷ്യനും അവന്റെ ഇഷ്ടം മുഴുവനും നടത്താൻ സാധിക്കില്ല. ആരോഗ്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സ്വാധീനമുള്ളപ്പോൾ, സുഹൃത്തുക്കൾ അടുത്തുള്ളപ്പോൾ, സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിൽ കുറിച്ചുകൊള്ളുക. നിന്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കാത്ത ഒരു സമയം നിന്റെ മുമ്പിൽ വരും. നീ കൊഴിയും. എന്നാൽ അതിനു മുമ്പ് ആരോഗ്യമുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കൂ. അതാണ് ഈ പ്രയറിലൂടെ എനിക്ക് നിങ്ങളോട് ശക്തമായ ഭാഷയിൽ പ്രബോധിപ്പിക്കുവാനുള്ളത്. ശൗൽ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു, അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു. അയാളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം അക്കാലത്ത് ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകനായിരുന്നു. മാത്രമല്ല, അന്നത്തെ യഹൂദ സുപ്രീം കോടതിയിലെ മതകോടതിയിലെ ഉയർന്ന അംഗത്വമുള്ള ആളായിരുന്നു. വിദ്യാഭ്യാസപരമായി അയാൾ ഏറ്റവും മുന്നിലായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന കലക്ടറുടെ റാങ്കിലുള്ള ആളുകൾ പോലും പൗലോസിനേക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളയാളായിരുന്നു, അല്ലെങ്കിൽ ശൗലിനേക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളയാളായിരുന്നു. ആ മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചു. അയാളുടെ ഇഷ്ടം മുഴുവൻ അയാൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് അയാളെ പിടിച്ചതായ ഒരു സംഭവം ബൈബിളിലുണ്ട്. അയാൾ ക്രിസ്തു മാർഗത്തിന് വിരോധമായി യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ മാർഗത്തെയും ഉടച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ അന്നത്തെ പുരോഹിതന്റെ കയ്യിൽ നിന്നൊരു ഒഫീഷ്യൽ ലെറ്ററും മേടിച്ച് ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ തേജസ് അയാളെ പിടിച്ചതായ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 2-ാം വാക്യം മുതൽ, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവരോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും, ഇത് സെന്റ് പോളിന്റെ ജീവചരിത്രമാണ്. ഇദ്ദേഹത്തിന്റെ പേര് ശൗലെന്നും കൂടി ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ക്രിസ്തുമാർഗത്തെ തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യനാണ്. ക്രിസ്തുമാർഗത്തെ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാനും എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആദ്യകാലങ്ങളിൽ ക്രിസ്തുമാർഗത്തെ തെറ്റിദ്ധരിച്ചവരാണ്. ഇതൊരു മതം മാറ്റമാണെന്നോ ഇതൊരു ബൂർഷ്വാ പ്രസ്ഥാനമാണെന്നോ ഒക്കെ ധരിച്ചവരുണ്ട്. പക്ഷെ യേശുവിനെ വ്യക്തിപരമായി അറിയുമ്പോൾ ധാരണകൾ മാറുന്നു. ശൗൽ എന്ന മനുഷ്യൻ ക്രിസ്തുമാർഗത്തെ തെറ്റിദ്ധരിക്കുകയും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ക്രിസ്തുമാർഗത്തെ പ്രസംഗിച്ചവരെ കൊല്ലുകയോ കൊല്ലിപ്പിക്കുകയോ ചെയ്ത മനുഷ്യനാണ്. എന്നാൽ ഈ മനുഷ്യന് ഒരു ക്രിസ്തു ദർശനമുണ്ടായ സംഭവമാണ് ഞാൻ വായിച്ചത്. ആ ക്രിസ്തു ദർശനം ഒരു യാത്രാമധ്യത്തിലായിരുന്നു. ആ യാത്രാമധ്യത്തിൽ അദ്ദേഹത്തോട് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഇങ്ങനെ സംസാരിച്ചു, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടം നടക്കണം.
നിന്റെ ഇഷ്ടപ്രകാരം ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ ആ മനുഷ്യൻ വീണു. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ഇഷ്ടം ഒന്നും പിന്നീട് നടക്കാതെ വണ്ണം കണ്ണ് കുരുടായിപ്പോയി, ശരീരം തളർന്നുപോയി. 1-2 പേര് കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു മുറി കൊണ്ട് കിടത്തി. അയാൾ അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ ഇഷ്ടം വെളിപ്പെടാൻ തുടങ്ങി. മറ്റൊരു ദൈവദാസന വീട്ടിൽ വന്നു. ഈ മനുഷ്യന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ കണ്ണ് തുറന്നു. അയാൾ അന്നു മുതൽ ദൈവത്തിന്റെ വചനം ശരിക്ക് വായിക്കാൻ തുടങ്ങി. ഈ സംഭവമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. തുടർന്നുള്ള സംഭവത്തിൽ അദ്ദേഹം യേശുവിനെ അറിഞ്ഞു. അന്നു മുതൽ അയാളുടെ ഇഷ്ടം അയാൾ അവസാനിപ്പിച്ചു. സ്വന്തം ഇഷ്ടത്തിനുള്ള ജീവിതം നിർത്തിയിട്ട് ദൈവ ഇഷ്ടത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു. ആ മനുഷ്യൻ പിന്നീട് അധികം താമസിക്കാതെ യേശുക്രിസ്തുവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ചു. തുടർന്ന് യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ പഠിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളോട് സുവിശേഷം അറിയിപ്പാൻ അക്കാലങ്ങളിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അദ്ദേഹം എഴുതിയ പല കത്തുകൾ, കൊച്ചു കൊച്ചു ലേഖനങ്ങൾ ഈ ബൈബിളിൽ ഉൾക്കൊള്ളിക്കത്തക്കവണ്ണം അദ്ദേഹത്തെ ദൈവം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. പക്ഷേ എന്നും എപ്പോഴും നമ്മുടെ ഇഷ്ടം നടക്കില്ലെന്ന് ഓർത്തുകൊള്ളുക. പല കാരണങ്ങളാൽ നമ്മുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാം. ഒന്ന്, പ്രായമാകുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കാതെ വരും. 2, മക്കൾ പ്രാപ്തരാകുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കാതെ വരും. 3, മക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടി നമ്മുടെ ഇഷ്ടം മുഴുവൻ നടത്തണമെന്നില്ല. മകളെ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കണമെന്നില്ല. അപ്പോൾ ഒരു മിനിമം പ്രായം കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ക്രൂശിക്കപ്പെടാൻ തുടങ്ങും. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കില്ല. എന്നാൽ ഇത് നേരത്തെ മനസ്സിലാക്കി യൗവനത്തിൽ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. നമ്മുടെ വിഷയം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതായത് ഓരോ വ്യക്തിയും ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കണമേ. നിങ്ങളെക്കുറിച്ച് വ്യക്തമായി ദൈവത്തിനൊരു പ്ലാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ? 600 കോടി മനുഷ്യരുടെ ഇടയിൽ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി ദൈവത്തിനൊരു ഇഷ്ടമുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പേരെന്തോമാകട്ടെ, നിങ്ങൾ ഏത് ജോലി ചെയ്തോട്ടെ, ഈ കാണുന്ന ഒറ്റ മനുഷ്യൻ പോലും വെറുതെ ഇവിടെ വന്നതല്ല. എല്ലാവരെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനുണ്ട്. ആരും ഇവിടെ വെറുതെ വന്നതല്ല. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന വ്യക്തിയാകട്ടെ, ഇവിടെ ഏറ്റവും സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യനാകട്ടെ, ഒരു അനാഥ ബാലകനാകട്ടെ, എല്ലാവരെക്കുറിച്ചും സാക്ഷാൽ സൃഷ്ടാവായ ദൈവത്തിനൊരു വ്യക്തമായ പ്ലാനുണ്ട്. പക്ഷേ അവനവന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ആരെയും ദൈവം നിർബന്ധിക്കുന്നില്ല. ഈ സ്വന്തം ഇഷ്ടം വിട്ടിട്ട് ദൈവമേ നിന്റെ ഇഷ്ടം, ദൈവമേ നിന്റെ ഇഷ്ടം, ദൈവമേ നിന്റെ ഇഷ്ടം, ദൈവമേ നിന്റെ ഇഷ്ടം എനിക്കറിയണം, അതനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നൊരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവ ഇഷ്ടം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം നിനക്ക് അറിയാൻ പറ്റില്ല. ഇന്നത്തെ സന്ദേശം നാം സമാഹരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്. 2, ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 3, ദൈവത്തിന് മനുഷ്യ സമൂഹത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 4, ദൈവത്തിന് ഭൂമിയെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നിങ്ങളാരും ഇവിടെ വെറുതെ വന്നതല്ല, നിങ്ങളോട് വെറുതെ പോകത്തില്ല. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, മക്കൾ അടങ്ങുന്ന നിങ്ങളുടെ ഈ ഫാമിലി ഉണ്ടല്ലോ, ഇത് ദൈവം സ്ഥാപിച്ചതാണ്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. 3, മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. 4, ഈ ഭൂമിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു മനോഹരമായ വാചകമാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
യേശു തമ്പുരാൻ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഉദ്ദേശം എന്നാണെന്നറിയാമോ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് വരണം. തന്നിഷ്ടങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും വല്ലോരുടെ ഇഷ്ടവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആയുസ് കളയരുതേ. നിനക്കൊരു ചാൻസ് തന്നതാ. 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സൊക്കെ കഴിയുമ്പോൾ സമയം അങ്ങ് തീരുകയാണ്. ഈ സമയം മുഴുവൻ ഒരു 5-6 കിൻഡൽ അരിയും തിന്ന് 2 കിണർ വെള്ളവും കുടിച്ച് പറ്റിച്ച് ഒരു ചെറിയ ചവക്കുഴിയിലോട്ട് ഇറങ്ങിപ്പോകലാണോ ജീവിതത്തിൻ്റെ ഉദ്ദേശം? നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അത് തിരിച്ചറിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുവിഷ്ടം, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അതിനായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യേശു തമ്പുരാൻ പഠിപ്പിച്ചത്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതെല്ലാം ചേർത്തൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക, അല്ലെങ്കിൽ ഇരിക്കുന്ന കസേരയിൽ തന്നെ ഇരിക്കുക, കണ്ണടയ്ക്കുക. വർഷങ്ങളായി നാം പറയുന്ന ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന വേൾഡ് ഫേമസ് പ്രയർ, ലോർഡ്സ് പ്രയർ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നീ ഞങ്ങളുടെ പിതാവായതിനായിട്ട് നന്ദി. യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ മക്കളാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. പിതാവേ, അവിടുത്തെ നാമം ഞങ്ങൾ നിമിത്തം ഭൂമിയിൽ അശുദ്ധമാകരുത്. എന്നിലൂടെ അങ്ങയുടെ നാമം ഇന്നും എന്നാളും മഹത്വപ്പെടാൻ ഇടയാകണമേ. പിതാവേ, അവിടുത്തെ രാജ്യം വരണമേ. അവിടുന്ന് എന്നിൽ രാജാവായി വരണമേ. എൻ്റെ കുടുംബത്തിൽ രാജാവായി വരണമേ. അങ്ങയുടെ രാജ്യം ഇവിടെ വെളിപ്പെട്ട് വരണമേ. മാത്രമല്ല പിതാവേ, അവിടുത്തെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ ദേശത്തും നടക്കുവാൻ ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ കർത്താവെ നിന്റെ തിരുവിഷ്ടം നടക്കുവാൻ ഏൽപ്പിച്ച് സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ കുറിച്ചുമുള്ള അങ്ങയുടെ തിരു ഉദ്ദേശം വ്യക്തമായി വെളിപ്പെടുത്തണമേ. ഇന്ന് ഈ വചനം കേട്ടവർ സ്വന്തം ഇഷ്ടത്തിനുള്ള ജീവിതം നിർത്തിയിട്ട് ദൈവ ഇഷ്ടത്തിനായിട്ട് സമർപ്പിപ്പാൻ കർത്താവേ കരുണ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.